വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട ബ്രൈറ്റ് അക്കാദമിയിലെ കേട്ടറ്റ് പഠിതാക്കളെ, നമ്മൾ ഇന്ന് അറബി പെഡഗോഗി എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. നമ്മുടെ കേട്ടറ്റ് പരീക്ഷയിലെ 4ാമത്തെ പേപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറബിക്കിന്റെ 2ാമത്തെ സബ്പാർട്ടായിട്ടുള്ള അറബി പെഡഗോഗി, 30 മാർക്കിന്റെ അറബി പെഡഗോജിയാണ് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇങ്ങനെ സിലബസ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാറ്റഗറി 4നും കാറ്റഗറി 3ക്കും 2 വ്യത്യസ്ത സിലബസുകൾ നിങ്ങൾ കാണാം. നമ്മളിവിടെ ചെയ്യുന്നത് 2 സിലബസുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് കഴിഞ്ഞ മുൻകാല ചോദ്യങ്ങൾ കൂടി വിശകലനം നടത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. കാറ്റഗറി 3യുടെയും കാറ്റഗറി 4ന്റെയും സിലബസ് വേണമെങ്കിൽ ഒന്നൊന്ന് പറയാം. കാരണം പരീക്ഷയിലെ ചോദ്യങ്ങൾ കൃത്യമായ സിലബസ് അനുസരിച്ചല്ല പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചോദിച്ച് കാണാറുണ്ട്. എന്ത് തന്നെ ആയാലും നമുക്ക് കാറ്റഗറി 3യുടെ സിലബസ് ആദ്യം ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് അറബി പെഡഗോഗി എന്നല്ല കൊടുക്കുക, അൽ മവാദുൽ കിസ്മു സാനി എന്ന കൊടുത്തുള്ള സെക്കൻഡ് എന്താണ് ടോപ്പിക് എന്നുള്ള രൂപത്തിലാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാം നമ്മൾ പഠിക്കേണ്ടത് ഭാഷയെ പറ്റിയിട്ടാണ്. അതിന്റെ നിർവചനം പഠിക്കണം, അതിന്റെ ധർമ്മങ്ങളെ പഠിക്കണം, അതിന്റെ രൂപങ്ങളെ പഠിക്കണം. ഇന്നാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. 2ാമത്തെ ഭാഗമായിട്ട് ദിറാസത്ത് ലുഗ, ഭാഷയുടെ പഠനവും ഭാഷ ആർജിക്കുന്ന രൂപം, അതാണ് ഇക്തിസാബി ലുഗ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സിലബസിലുള്ള വാക്കുകൾ ഓരോന്ന് പഠിക്കണം. കാരണം സിലബസ് നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെ നിന്ന് ചോദ്യം വന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഭാഷയുമായി ബന്ധപ്പെട്ട് ഭാഷ പഠിപ്പിക്കുന്നതിന് നമ്മൾ പിന്തുടരേണ്ട പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കും. മബാദിഉ തദ്രീസ് ലുഗ. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം പറയുന്നുണ്ട്, ദൗറുൽ ഇസ്തിമാഇ വ തഹദ്ദുസ്. അതായത് ലിസണിങ്ങിന്റെയും സ്പീക്കിങ്ങിന്റെയും പ്രധാനപ്പെട്ട പങ്ക് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോട്ടിൽ വളരെ ബേസിക് ആക്കി കുറച്ച് ഭാഗങ്ങളായിരിക്കും പറയാ. പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് വായിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് വായിച്ച് മനസ്സിലാക്കി നമ്മളെ ഐഡിയോളജി ബേസ് ചെയ്ത് വേണം ആൻസറിലേക്ക് എത്താൻ. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് ദൗറുൽ ഇസ്തിമാ വ തഹദ്ദുസ്. നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലുഗയും താരീഫും വലായിഫും, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. വലായിഫ് ലുഗ, ഭാഷയുടെ ധർമ്മങ്ങളും അതെങ്ങനെയാണ് നമ്മൾ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്, വിദ്യാർത്ഥി ഒരു ടൂളായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ടോപ്പിക് ടീച്ചിങ് മെത്തേഡുകളാണ്. പിന്നെ ഒരു ടോപ്പിക് ടീച്ചിങ് ലേണിംഗ് തിയറികളാണ്. അതാണ് തദ്രീസുൽ ഖവാഇദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മഹാറാത്തുൽ ലുഗവിയ, അതിന്റെ അകത്ത് നമ്മൾ വീണ്ടും പറയുന്നുണ്ട് ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബത്ത്. പിന്നെ അതിനോടൊപ്പം ചേർത്തുകൊണ്ട് മഹാറാത്തു തവാസുലിയ വ മഹാറത്തുൽ മുത്താല, അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് തഹദിയാത്ത് തദ്രീസ് ലുഗ, മുഷ്കിലാത്തു ലുഗവിയ വൽ അഖ്താ വൽ ഇദ്തിറാബ്. ഇതിന്റെ അകത്ത് മുഷ്കിലാത്തു ലുഗ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന മഹാറാത്തു ലുഗ പറയുന്നിടത്തേന് മുഷ്കിലാത്തു ലുഗ എന്നുകൂടി നമ്മൾ പറയും. പിന്നെ തഹദിയാത്ത് തദ്രീസ് ലുഗ എന്ന് പറയുന്നത് നമ്മുടെ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മളെ വായിച്ച് നമ്മുടെ അർത്ഥം പോലെ ഇരിക്കും. കാരണം ചോദിച്ച ചോദ്യങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറില്ല അറബി പെഡഗോഗിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന രൂപത്തിലായിരിക്കും. കൺസെപ്റ്റ് ഓറിയന്റഡേ അല്ല ആ ഒരു ടോപ്പിക് എന്ന് പറയാം. അപ്പൊ എത്ര പഠിച്ചാലും കാര്യം ഉണ്ടാവൂല എന്ന് ചുരുക്കാം. അത് വായിച്ച് മനസ്സിലാക്കിയ റിയൽ ടൈം നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതിന് മാത്രം ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. അതാണ് ആ ഒരു ടോപ്പിക്കിന്റെ പ്രശ്നവും അതേപോലെ തന്നെ നേട്ടവും. അതാണ് പഠിക്കണ്ട, ടോപ്പിക്ക് പഠിക്കണ്ട എന്നുള്ള. പിന്നെ വസായിലു തദ്രീസിയ വ തദറുസിയ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ടൂളുകൾ, ഏടുകൾ. അതിന്റെ അകത്ത് പ്രധാനമായും സിലബസിൽ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, അതാണ് മുഖറർ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക്. മറ്റൊരു പേരാണ് കിതാബുൽ ദാരിസ് എന്ന് പറയാം. പിന്നെ കിതാബുൽ മുദദ്ദിസ്, ഹാൻഡ് ബുക്ക്. വസായിലു ദാത്ത് മുതഅദ്ദിദുൽ വസായിത്ത്, മൾട്ടിമീഡിയ. മസാദിറുൽ ലുഗവിയ, ഭാഷയുടെ വ്യത്യസ്ത സോഴ്സുകൾ. പിന്നെ പ്രധാനമായി ഡിവാലുവേഷൻ, ടെർമിനൽ ഇവാലുവേഷൻ, തക്വീമുൽ മുസ്തമറുൽ മുസ്തഖിൽ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഇതിൽ ശ്രദ്ധിക്കുന്നത്
ഈ തക്വീം ഈ രണ്ടെണ്ണം അല്ല ചോദിക്കാറുള്ളത്. തക്വീം വളരെ ബ്രോഡായിട്ട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും തക്കയ്യുമും തക്വീമും തമ്മിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുമല്ലാതെ തന്നെ ഈ തക്ദീർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അസസ്മെന്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഈ തക്വീമുൽ മുസ്തമിറുൽ മുസ്തഈബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്, അത് പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ തക്വീമിന്റെ കുറെ അൻവാകളുണ്ട്. ഓക്കെ, സമ്മേറ്റീവ് വാലുവേഷൻ, ഫോർമേറ്റീവ് വാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൺസെപ്റ്റ് നമ്മൾ പറയും. പിന്നെ തദ്രീസുൽ ഇലാജ്, റെമഡിയൽ ടീച്ചിങ് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ പ്ലാനിങ്, തഹ്തീത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു കാര്യം എടുക്കണം, നമുക്ക് പ്ലാനിങ് ആവശ്യമുണ്ട്. തഹ്തീത്ത് എന്താണെന്നെ കുറിച്ച് നമ്മൾ പറയും. ഇതാണ് കാറ്റഗറി 3യുടെ സിലബസ്. ഇത് ഇത്രയും മനസ്സിലായി നിങ്ങൾക്ക് ഏകദേശം? കാറ്റഗറി 4കാരും പഠിക്കണം കേട്ടോ. ഹലോ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇതേ സാധനമാണ് ഇപ്പുറത്ത് വിട്ടിട്ടുള്ളത്. നോക്കിക്കേ, ഒന്ന് ദിറാസത്തുലുവ, ഇക്തിസാബിലുവ, അതായത് ഭാഷാ പഠനവും ഭാഷാർജനവും. ഇനി മഹാറാത്തു ലുഗവിയ, മഹാറാത്തു തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബത്ത്. പിന്നെ തുർക്കു തദ്രീസ്, അത് നമ്മൾ ഈ പറഞ്ഞു. മഹാറാത്തു ലുഗവിയ തന്നെ നമ്മൾ LSRW നമ്മൾ പറഞ്ഞു. ഇനി മഹാറാത്തു തവാസുലിയ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മൾ നേരത്തെ അതിൻ്റെ അകത്തും പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ചിട്ട്. തുർക്കു തദ്രീസ് അതിൻ്റെ അകത്ത് ഒന്ന് കൺസെപ്റ്റിന്റെയാണ്. അതിനെ ടീച്ചിങ് മെത്തേഡുകൾ എന്ന് പറയാം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഖദീമോ ഹദീസ് ഉണ്ട്. അതായത് അതെന്താണെന്ന് 2 ക്ലാസ്സിൽ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഒരു പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. പിന്നെ ലേണിംഗ് തിയറീസ്, തഹ്ദിയത്ത് തദ്രീസുലുവ, അതായത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, അതൊക്കെ തന്നെയാണ്. ഫസായിലു തദ്രീസിയ തദറുസിയ, തക്വീം, തഹ്തീത്ത്. ഇത്രയും വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ അകത്ത് കാറ്റഗറിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഫസ്റ്റ് അതായത് കേട്ടറ്റിനെ കുറിച്ച് അറിയാം. അത് കേട്ടറ്റ് എന്ത് സിലബസ് ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടി സിലബസ് മാത്രം പഠിച്ചിട്ട് പോകും. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കാറ്റഗറി 3യുടെ സിലബസ് ആയിരിക്കും. കാറ്റഗറി 3കാരെന്ത് ചെയ്യും? കാറ്റഗറി 3യുടെ സിലബസ് പഠിക്കും. പക്ഷേ കാറ്റഗറി 4ന്റെ സിലബസിലുള്ള കാര്യം ചോദിക്കാം. ഇതിപ്പോ തല തിരിഞ്ഞാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ട് കുറെ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം വേണം ഞാൻ ആദ്യമേ പറയുന്നത്. മനസ്സിലായോ? ഇതല്ലാത്ത കുറെ കൺസെപ്റ്റുകളുണ്ട്. BEdന് പഠിക്കുന്ന കുറെ കൺസെപ്റ്റുകൾ ഇപ്പൊ ചോദിച്ചു വരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് PSC പരീക്ഷയ്ക്ക് തന്നെ റൂബ്രിക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇവാലുവേഷൻ ടെക്നിക്കാണ് റൂബ്രിക്സ്. റൂബ്രിക്സ് എന്ന് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത കേട്ടത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ പഠിച്ചു പോകും ഇൻഷാ അല്ലാഹ്. ഇത് ഇത്രയും ക്ലിയർ ആണോ? സിലബസ് മനസ്സിലായോ? ഇനി ആരെങ്കിലും സിലബസ് പഠിച്ചാൽ അവൻ പരീക്ഷ പഠിച്ചു എന്നുള്ളതാണ് കേട്ടോ. സിലബസ് പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ മറ്റേ ഈ നമ്മള് കുറെ ആൾക്കാർ വീടുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? ബേസ്മെന്റ് കെട്ടണം. ബേസ്മെന്റ് ഇല്ലാതെ വീട് കെട്ടി എന്ത് പറ്റും? ബേസ്മെന്റ് ഉണ്ടാക്കാതെ വീട് കെട്ടി എന്ത് പറ്റും മക്കളെ? റെസ്പോണ്ട് ചെയ്യണേ. ചാറ്റില് മാത്രമല്ല വോയിസിലും വരാം, പ്രശ്നമല്ല. ബേസ്മെന്റ് കെട്ടാതെ വീട് ഉണ്ടാക്കിയാൽ എന്തു പറ്റും എന്ന ചോദ്യം. ഒരാള് ബേസ്മെന്റ് ഒന്നും ഇട്ടില്ല. ഒന്നും പറ്റൂല. വീഴും, പൊളിഞ്ഞു വീഴും. കാറ്റടിച്ചാൽ മതി, പൊളിഞ്ഞു വീഴും. അതേ അവസ്ഥയാകരുത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ചോദ്യം നോക്കിക്കേ. ഭാഷ പരിഗണിക്കപ്പെടുന്നു എങ്ങനെ? വസീലത്തം മിൻ വസായിലി കസ്ബി റിസ്ക്, പൈസ സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ ഭക്ഷണം കരസ്ഥമാക്കാനുള്ള മാധ്യമങ്ങളിൽ ഒന്നായിട്ട്. ആലത്തു ഇക്തശഫഹൽ ഇൻസാന മിനൽ മഅമൽ, അതായത് മനുഷ്യൻ ഒരു ലാബിൽ നിന്നും കണ്ടെത്തിയ ഉപകരണത്തെ പോലെ. മീരാസമി മവാരിസിൽ ആബ വല്ലജുദ, ഉപ്പമാരും പിതാക്കന്മാരും അനന്തര സ്വത്തായി കണ്ടെത്തിയ അനന്തര സ്വത്തായി കൊണ്ടു.
ലാഹിറത്ത മിനൽ ലവാഹിൽ ഇജ്തിമായ സാമൂഹിക പ്രതിഭാസങ്ങളിൽ പെട്ട ഒരു പ്രതിഭാസമാക്കിക്കൊണ്ട് എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഒന്ന് ആൻസർ ചെയ്യണേ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കണതാ. ഡി അല്ലേ? യെസ്, വാഹിറത്തമിനുള്ള സാമൂഹിക പ്രതിഭാസങ്ങളിൽപ്പെട്ട ഒരു പ്രതിഭാസമാണെന്നുള്ളതാണ്. ഇഖ്തറൽ അസിഹു മിന തസ്രീഹാത്തുൽ ആത്തിയ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. ലികുല്ലി ലുഗത്തിൻ അസ്വാത്തിൻ തുഅബ്ബിറു ബിഹാ, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. ലികുല്ലി ലുഗത്തിൻ ഹർഫുൻ തഖസ്സു ബിഹാ, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രത്യേക ഹർഫുകളുണ്ട്. ലികുല്ലി ലുഗത്തിൻ അക്കാലിമത്തു വഹിദു ബിഹാ, ഓരോ ഭാഷയും അത് വേർതിരിക്കപ്പെടുന്ന ക്ലീമുകളുണ്ട്. ക്ലീം മാന നമ്മള് പ്രദേശങ്ങളുണ്ട്. ലികുല്ലി ലുഗത്തിൻ ഖത്തുൻ യഖസ്സു ബിഹാ, ഓരോ ഭാഷയും അത് അത് പ്രത്യേകമാക്കപ്പെടുന്ന ലിപികളുണ്ട്. ഇതിൽ ഏതാണ് ശരിയായി വരിക? ഡി ആണോ? നിങ്ങളെ ആൻസർ ടൈപ്പ് ചെയ്യോ, നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. ഓ, നമ്മുടെ ഡെഫിനിഷൻ ഒന്നും അറിയാണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാത്തതുകൊണ്ട്. ശ്രദ്ധിക്കൂ, നമുക്ക് തെറ്റിയല്ലേ പഠിക്കുന്നത്. അറിയുന്നത് ചെയ്താൽ മതി, നമുക്ക് അറിയാത്ത നമ്മൾ പറയുമല്ലോ. നമ്മൾ പഠിക്കാനല്ലേ ഇരിക്കണ, ടെൻഷൻ അടിക്കണ്ട, നമ്മളിതൊക്കെ പഠിക്കും. തെറ്റിക്കോട്ടെ, തെറ്റണോന്നാ ഞാൻ പറയണത്, തെറ്റിയാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് അറബി ഭാഷയെ കുറിച്ചിട്ടൊക്കെ സാറിന് ക്ലാസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയി. ഓക്കെ, നമുക്കിത് പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് ഓപ്ഷൻ എ ആണ് ശരിയായി വരാം. ഓപ്ഷൻ എ ആണ് ശരിയായി വരാം. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഈ ലോകത്തിൽ അറബിയ ഇദ്ദത്തി മുവാസിഫാത്തിൽ, അറബി ഭാഷയ്ക്ക് ഒരുപാട് എന്തുണ്ട്, സിഫത്തുകളുണ്ട്, വിശേഷങ്ങളുണ്ട്. ലാഹള മിന തസ്രീഹാത്തുൽ അതാത്ത എന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം, ശ്രദ്ധിക്കുക. സുമക്തശഫ മിൻഹ മാ ലാ യുനാസിബു ലിൽ ലുഗത്തിൽ, അറബി ഭാഷയുമായി യോജിക്കാത്തത് കണ്ടെത്തുകയാണ്. ഇഅ്റാബ്, ദുഃഖത്തുൽ ഖുറൂജ് അഥവാ മഖ്റജുകളുടെ സൂക്ഷ്മത, ഖില്ലത്തുൽ മുതറാദിഫാത്ത് എന്താണ്, സമാന പദങ്ങളുടെ കുറവ്, ദുഃഖത്ത് താഴ്ബീർ വളരെ സൂക്ഷ്മമായിട്ടുള്ള ആശയ പ്രകടനം എന്നുള്ള. ഞാൻ ഇതൊക്കെ പറയൂട്ടെ, ഇപ്പൊ പറയും, നമ്മൾ ഇതൊക്കെ പഠിച്ചു തന്നെ പോകും. ഡോണ്ട് വെറി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഖില്ലത്തുൽ മുത്തറാദിഫാത്ത് എന്നുള്ളതാണ്, കാരണം ബാക്കിയൊക്കെ ഇത് വരുന്നതാണ്. നമുക്ക് ഓരോന്ന് പറയാട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മള് വെറുതെ ടെൻഷനൊന്നും അടിക്കാണ്ട് ഇത് വായിച്ച് നമ്മൾ പഠിക്കാൻ പോകണം. എന്താണ് അറബി ഭാഷ എന്നല്ല നമ്മൾ പഠിക്കാൻ ആദ്യം പഠിക്കാൻ പോകണം. എന്താണ് ഭാഷ, അതിന്റെ വളർച്ച, അതിന്റെ നിർവചനം എന്തെന്നുള്ളതാണ്. ഭാഷ എന്ന വാക്ക് ലുഗ എന്നോ ലുഗാത്ത് എന്നോ ഒക്കെ നമ്മൾ ജമ്മാക്കി നമ്മൾ പറയാറുണ്ട്. ഇബ്നു ജന്നി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ഭാഷാ പണ്ഡിതൻ ഉണ്ടായിരുന്നു.
അബ്ബാസിയ കാലഘട്ടത്തില്. നമ്മളിത് നോട്ട് ചെയ്യണോ അതോ നമുക്ക് വേറെ നോട്ട് തരുമോ? PDF നോട്ട് നിങ്ങൾക്ക് തരും, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ. അപ്പോ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അസ്വാത്തുൻ യുഅബ്ബിറു ബിഹാ കുല്ല ഖൗമിൻ അൻ അറാദിഹിം. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ ലക്ഷ്യങ്ങളെ കരസ്ഥമാക്കാൻ ശബ്ദങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പൊ അൻവറ ടീച്ചറിന്റെ മനസ്സിലുണ്ടായ ഒരു സാധനമാണ്, ഈ സാറ് ക്ലാസ് എടുത്ത് പോയി അവസാനിച്ച് കഴിഞ്ഞാല് ഞാൻ എന്തോന്ന് വെച്ച് വായിക്കും, ഇങ്ങനെ അങ്ങോട്ട് പറന്ന് പോകും, ലാസ്റ്റ് നമ്മുടെ മനസ്സും അങ്ങോട്ട് പോകും, ഇത് ഞാൻ എന്തേ ഇന്ന് മനസ്സിൽ വന്നപ്പോഴാണ് ടീച്ചർ എന്ത് ചെയ്തത്, എന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചത് അല്ലേ? അൻവറ ടീച്ചർ അങ്ങനെയല്ലേ? മനസ്സിൽ ഇങ്ങനെ കിടന്ന് ആലോചിച്ചില്ലേ? അപ്പോ മനസ്സിലുള്ള കാര്യങ്ങൾ, ലക്ഷ്യം, യെസ്, ആ ലക്ഷ്യത്തെ പ്രകടിപ്പിക്കാൻ എന്തിലൂടെ പ്രകടിപ്പിച്ചു? ശബ്ദത്തിലൂടെ, സൗണ്ടിലൂടെ. ആ ശബ്ദത്തെ നമ്മൾ വിളിച്ച പേരാണ് ഭാഷയെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലുഗത്തു ഭാഷ എന്നത് ഇബാറത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സംവിധാനമാണ്. റുമൂസ്, ഒരു കൂട്ടം ചിഹ്നങ്ങളുടെ, വൽ ഇഷാറാത്ത്, അതേപോലെ സൂചകങ്ങളുടെ, ചിഹ്നങ്ങളുടെ ഒക്കെ ഒരു കൂട്ടമാണ്. അല്ലദീ തുശക്കിലു ഫി നിഹായാത്ത്, അതിന്റെ അവസാനത്തിൽ അത് രൂപീകരിക്കപ്പെടുന്നു. ഇഹ്ദഅദവാത്തുൽ മഅരിഫ, ഒരു നോളജിന്റെ ഒരു ടൂളായിട്ട്, അറിവിന്റെ ഒരു ഉപകരണമായിട്ട് അവസാനം അത് മാറും. അതായത് നമ്മളിപ്പോ ഒരു ഭാഷ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നോക്കിക്കേ, അൽ ലുഗത്ത് എന്ന ഒരു വാക്കില് മുകളിൽ നിന്ന് താഴോട്ട് ഒരു വരയുണ്ട്, ഒരു കെട്ട് പോലെ ഒരു വരയുണ്ട്, പിന്നെ 2 പുള്ളിയുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ ചിഹ്നങ്ങളല്ലേ? നമുക്ക് വേണമെങ്കിൽ തല തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോടാ എന്ന്, താഴോട്ട് പോടാ എന്നുള്ള ഒരു ചിഹ്നാക്കി കൂടെ അലിഫിനെ നമുക്ക് ആക്കാൻ പറ്റോ? പറ്റൂലേ? നിങ്ങളത് തിരിഞ്ഞു നോക്കുക, നിങ്ങൾ അലിഫ് ഇട്ടോ, ഒരാൾ ഇങ്ങനെ കാണിച്ചാൽ താഴെ എന്ന് കാണിക്കാൻ വേണ്ടി മമ്മൂട്ടിയുടെ സ്റ്റൈൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പറ്റൂലേ? പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള പല വരകളും കുത്തുകളൊക്കെയാണ്. അവസാനം പക്ഷെ എന്തുണ്ട്, അതൊരു നോളജായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഭാഷയുടെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് പറയാം, അൽ ലുഗത്തു ഭാഷ ഇഷാറാത്തുൻ സ്വല, ശരിയായ എന്താണ്, ഒരു അടയാളങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇഷാറാത്തുൻ സ്വല എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിയായ അടയാളങ്ങളുടെ ഒരു കൂട്ടമാണ്. എന്തിന്? പ്രകടിപ്പിക്കാൻ വേണ്ടി. ഹാലാത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ അവസ്ഥകളെ, അൽ ഫിക്രി, അവന്റെ ചിന്താപരമായിട്ടുള്ള, വൽ ഇറാദിയത്തി, അവന്റെ ഇച്ഛാശക്തിപരമായ, അവന്റെ തോന്നലുകൾ, ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട്, വൽ ആതിഫ, വൈകാരികതകൾ പോലെ, അവന്റെ വൈകാരികമായ ഇച്ഛകൾക്കനുസരിച്ച് ചിന്താപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്, ശരിയായ രൂപങ്ങളെയാണ് നമ്മൾ ഭാഷ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഈ അദാത്തുനൊരു ടൂളാണ് തവാസുലിൽ ആറാ, കൺസെപ്റ്റുകളെ, അഭിപ്രായങ്ങളെ എന്ത് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. വൽ അഫ്കാർ, ചിന്തകളെ, വൽ മഷാഇർ, വിചാരങ്ങളെ, വൽ ഇഹ്സാസ്, തോന്നലുകളെ, വികാരങ്ങളെ ഒക്കെ തന്നെയും മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഭാഷയ്ക്ക് ഒരുപാട് ധർമ്മങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇനി ഭാഷ എന്ന സാധനം നിലനിൽക്കണമെങ്കിൽ പ്രധാനമായിട്ട് 2 കാരണങ്ങൾ വേണം. ഒന്ന്, ഉച്ചരിക്കണം. മറ്റൊന്ന്, അത് എന്താണ്, അത് ഉച്ചരിക്കണം, അത് ലഫ്ള് പുറത്തോട്ട് വരണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയെ കുറിച്ച് നമ്മളത് കുറച്ചുകൂടി വിശദീകരിച്ച് അടുത്തൊരു പോയിന്റ് കൂടി പറയും. സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഇന്ന് സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞ് വെറും പഠിപ്പിക്കുന്ന ഒരു ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് കാലത്തൊരു എന്താണ്, പുരാണ ഭാഷയായിരുന്നു, ഒരു മതത്തിന്റെ ഭാഷയായിട്ടൊക്കെ അറിയപ്പെട്ടതാണ്. ഇന്ത്യയുടെ തന്നെ ഒരുപക്ഷെ ഹിന്ദി പ്രചാരത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ, ഉറുദു ഭാഷയും ഹിന്ദി ഭാഷയും പ്രചാരത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായി മാറേണ്ടിയിരുന്നത് സംസ്കൃത ഭാഷയായിരുന്നു. പക്ഷെ പിന്നീട് ഇസ്ലാമിന്റെ കടന്നുവരവോടുകൂടി ഉറുദു ഭാഷ രൂപീകരിക്കുകയും പിന്നീട് അതിനെ തുടർന്ന് അതിനേക്കാൾ കുറച്ചുകൂടി മുമ്പ് ഹിന്ദി ഭാഷ രൂപപ്പെടുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് സംസ്കൃതത്തിന്റെ അപ്രഭാതിത്വം നഷ്ടപ്പെടുന്നത്. അത് പിന്നീട് ഹൈന്ദവ പുരാണങ്ങളിൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ഭാഷയായി മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു ഭാഷയുടെ അടിസ്ഥാനം നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഉച്ചാരണത്തിൽ തന്നെയാണ്. ഇപ്പോ മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ,
അറബി ഭാഷയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ് ലാദ് എന്ന് പറയുന്ന ഒരു ഹർഫുൽ ഇഖ്തസ് ലാദ്. ലാദ് എന്ന് പറയുന്ന ഒരു ഹർഫ് എന്ന് പറയുന്ന അറബി ഭാഷയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ആ ലോദല്ലാത്ത അറബി ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയും എന്തില്ല ലാദ് എന്ന് പറയുന്ന ഒരു അക്ഷരമില്ല. അപ്പോ അറബി ഭാഷയെ നമ്മൾ വേർതിരിക്കുന്നത് എന്താണ്? അതിന്റെ ഉച്ചാരണത്തിൽ തന്നെയാണ്. ഇപ്പം ഐന് വൈന് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഭാഷയെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് തോന്നിയതുപോലെ സംസാരിക്കാൻ പറ്റൂലല്ലോ. പറ്റോ? ഇല്ല. അപ്പൊ എപ്പോഴും ഭാഷ എന്ത് ചെയ്യാ? അത് ഉച്ചാരണത്തിലൂടെയാണ് അതിന്റെ നിലനിൽപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നമ്മളിങ്ങനെ നിരന്തരം സംസാരിക്കുമ്പോൾ മാത്രമാണ് എന്താണ് അത് എപ്പോഴും ഊർജ്ജസ്വലമായി നിലനിൽക്കുന്നത്. അതായത് നമ്മളിപ്പോ എന്താണ്, ഞാൻ മലയാളം പറയുകയാണ്, നിങ്ങളും മലയാളം പറയുകയാണ്. നമ്മൾ ഉള്ളിടത്തോളം മലയാളം പറയുന്നുണ്ടെങ്കിൽ അത് മലയാളം എന്ന് പറഞ്ഞ് വളരെ ജീവോത്സകമായ ഒരു ഭാഷ നിലനിൽക്കും. നമ്മൾ നേരത്തെ സംസ്കൃതത്തിന്റെ ഭാഷ പറഞ്ഞതുപോലെ ഇന്ന് സംസ്കൃതം സംസാരിക്കുന്നവരുടെ എണ്ണം എന്താണ്? പഠിക്കുന്ന പഠിതാക്കളിൽ മാത്രം ചുരുങ്ങി, അല്ലെങ്കിൽ റിസർച്ചേഴ്സിൽ മാത്രം ചുരുങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഷയാണ് സംസ്കൃത ഭാഷ. പ്രത്യേകിച്ചും സംസ്കൃതത്തിലെ ശ്ലോകങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ലൈവ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് മാറിപ്പോയി എന്നുള്ളതാണ്. എന്നാൽ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ, ഇംഗ്ലീഷും ഫ്രഞ്ചൊക്കെ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷ അറബികൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന മറ്റൊരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. മാത്രമല്ല ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽ ഒരു ഔദ്യോഗിക ഭാഷ കൂടിയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഇനി വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, വളരെ നൈസർഗികമായിട്ടുള്ള രൂപത്തിലൂടെയാണ് മനുഷ്യൻ ഭാഷ സ്വയത്തമാക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ലൈക്ക് ദാറ്റ് നമ്മളിപ്പോ ഒരാളോട് പഠിക്കട എന്ന് പറഞ്ഞാൽ ഭാഷ പഠിക്കുവാൻ, ഒരാളോട് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നെഹ്വിയായ കാര്യങ്ങൾ പഠിച്ചാൽ ഒരാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇറാബിന്റെ എല്ലാ വിഷയങ്ങളും അറിയാം, പക്ഷെ അറബി ഭാഷ മൂപ്പർക്ക്. പക്ഷെ നെഹ്വിയായ ഗ്രാമർ കംപ്ലീറ്റ് അറിയാം മൂപ്പർക്ക്, എങ്കിലും ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ വേണം, എന്നാലേ പറ്റുള്ളൂ. വാക്കുകളെ കുറിച്ച് ധാരണ വേണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ഗ്രമാറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് രണ്ട് തലാണ്. ഈ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ഗ്രാമർ വേണം, ഗ്രാമർ വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം. ആ ലെവലാണ്. അതായത് നമുക്ക് അതിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇപ്പോ ലൈക്ക് നമുക്കിപ്പോ കമ്മ്യൂണിക്കേഷൻ ഒരാൾക്ക് നല്ലോണം ഉണ്ട്, പക്ഷെ ഗ്രാമാറ്റിക്കൽ ഇല്ലെങ്കിൽ അവന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒന്നും പറയൂല. പക്ഷെ അവൻ ഉണ്ടാക്കിയെടുത്ത ഒരു വീട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊളിഞ്ഞ വീട് പോലെയാണെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും മാത്രം ചിന്തിക്കുക. പക്ഷെ ആൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത് അതിന്റെ പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ എങ്കിൽ അതേസമയം ഒരാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞൂടാ, പക്ഷെ അവൻ എന്തുണ്ട്? നന്നായിട്ട് ഗ്രാമർ അറിയുന്നു. കാര്യമുണ്ടോ? കാര്യം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അപ്പുറത്തേക്ക് അവന്റെ വദീഫത്ത്, അവന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് അവൻ നേരിടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്ത് ചെയ്യണം? അവൻ ഇന്ററാക്ഷനിലൂടെ എന്ത് ചെയ്യണം? അവൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഭാഷാ പഠനം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? നമുക്ക് ഒരു വിദ്യാർത്ഥി എന്ന രൂപത്തില് എന്ത് ചെയ്യണം? അവന്റെ വൈകാരികതകളെയും അവന്റെ ചിന്തകളെയും അവന്റെ തോന്നലുകളെയൊക്കെ എന്ത് ചെയ്യണം? വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രൂപത്തില് നമുക്ക് പറയാൻ ഒരു കുട്ടിക്ക് കഴിവുള്ളവനാണ്. ഉദാഹരണത്തിന് എന്റെ അടുത്ത് ഒരാൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അന്ന് യെസ് ഓർ നോ എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഇപ്പം പെൺകുട്ടികളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ. അപ്പോ നോ പറയേണ്ട കുറെ ഇടത്തുണ്ട്. പക്ഷെ അത് പറയാൻ അവൾ പഠിക്കണമെങ്കിൽ, അവളെന്ന് ഉദ്ദേശിച്ചത് സ്ത്രീ എന്ന അവൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വളരെ നോ എന്താണെന്നതിനെ കുറിച്ച് എങ്ങനെയാണെന്ന് പറയാൻ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ഭാഷ പഠിച്ചാലേ പറ്റുള്ളൂ. എല്ലാത്തിനും നോ പറഞ്ഞാൽ ശരിയാവൂല. നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നുള്ളത് ഭാഷയിലൂടെ അവൾക്ക് പഠിക്കാൻ പറ്റും. നോളജ് വേറെ വേണം. ഇനി വളരെ ഇപ്പോ ഒരാൾക്ക് നോ പറയുന്ന വളരെ മനോഹരമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ നോ എന്ന് നോയായിരിക്കും. അതേസമയം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പല നോയുണ്ട്. നമ്മുടെ മുഖഭാവങ്ങൾ പോലും, അതായത് നമ്മൾ ചിലപ്പോൾ നോ എന്ന് പറയേണ്ടി വരും. നമ്മുടെ മുഖഭാവങ്ങളിലൂടെ തന്നെ ഒരാൾക്ക് അർത്ഥത്തിലേക്ക് എത്താൻ പറ്റും. അത് എന്താണ്? ഭാഷാ പഠനത്തിന്റെ ഒരു ഭംഗിയാണ് നമുക്ക് പറയാൻ പറ്റും.
അപ്പൊ യംകിന് ഷഖ്സി ഒരു വ്യക്തിക്ക് സ്വയത്തമാകും മിന തഅബീരൻ അഫ്കാരി അവരുടെ ചിന്തകളെ പ്രകടിപ്പിക്കാനും അവാതിഫിഹി വൈകാരികതകളെയും തഅബീറൻ സ്വഹീഹൻ സലീമൻ ശരിയായ നല്ല രൂപത്തിൽ പ്രകടിപ്പിക്കാൻ ബിത്വരീഖത്തിൽ മുസമ്മിറ ഇങ്ങനെ ബലവത്തായ രൂപത്തിൽ വിനഷാത്തത്തിൽ അദബിയ വലുഹവിയ സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഭാഷയെ ശരിയായ രൂപത്തിൽ പ്രയോഗിക്കാൻ സ്വയത്തമാക്കുക എന്നുള്ളതാണ് ഭാഷാ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോം ചോംസ്കി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറയുന്നുണ്ട് എന്താണ് ഭാഷ എന്ന്. അദ്ദേഹം പറയുന്നുണ്ട് യൂജദു നമൂദജൻ ലുഗവിയൻ ഫി മഖിൽ ഇൻസാൻ, മനുഷ്യന്റെ തലച്ചോറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മാതൃക, ഒരു ഭാഷയുടെ ഒരു മാതൃക, ഒരു ഡിവൈസ് പോലെ നിലനിൽക്കുന്നുണ്ട്. ആ നൽകപ്പെട്ട അല്ലെങ്കിൽ എന്താണ് അത് നൽകപ്പെട്ട ഭാഷ എന്ന് പറഞ്ഞ തസവ്വറു അത് ചിത്രീകരിക്കുന്നു ഹസ്ബി കമ്യത്തിഹ എന്തിനനുസരിച്ച് കൊണ്ട്, ആ നമൂദജിൻ ലുഗവിയൻ ഭാഷയുടെ മാതൃകയ്ക്ക് അനുസരിച്ച് കൊണ്ട്. ഉദാഹരണത്തിന് ഇത് നമ്മൾ പിന്നീട് കുറച്ചുകൂടി വളരെ ഡീറ്റെയിൽഡ് പഠിക്കും. അതായത് ഇപ്പോ മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും പറയലുണ്ടാവും അല്ലെ, ചിന്തിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ചിന്ത എവിടെയുള്ളത്? മസ്തിഷ്കത്തിലല്ലേ, തലച്ചോറിലല്ലേ. ആ തലച്ചോറിനനുസരിച്ച് എന്തെങ്കിലും ഭാഷ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നാണ് അദ്ദേഹം ആര് പറഞ്ഞത്? നോം ചോംസ്കി പറഞ്ഞത്. ഈ നോം ചോംസ്കി ആണ് എപ്സ്റ്റൈൻ ഫയലിലൊക്കെ ഉള്ള, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എപ്സ്റ്റൈൻ ഫയല്. മുപ്പത് അതിൻ്റെ അകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇഖ്തറ മാല യുലാഇമു ബിതഅരീഫിൽ ഭാഷയുമായി യോജിക്കാത്ത സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക. അസ്വാത്തുൻ തഅബീരിയ ആശയങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ശബ്ദങ്ങളാണ്. നിലാമു റുമൂസി സൗദിയ ശബ്ദങ്ങളുടെ ഒരു റംസ സിംബലുകളാണ്. നിലാമു മിനൽ ഹയാത്തുൽ ഇഖ്തിസായിയ സാമൂഹിക ജീവിതത്തിന്റെ ഒരു രൂപമാണ്. നിലാമു മിനൽ മഅലൂമാത്തി സൗദിയ എന്താണ് ശബ്ദ ശബ്ദ അറിവുകളുടെ ഒരു സിസ്റ്റമാണ്. എന്താണ് ശരി? യെസ്, ഇവിടെ ഒരു ചെറിയൊരു കോഡ് കൂടി പറയാണ്. ഇക്തിസാദ്, മാല്, അങ്ങനെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭാഷയിൽ വന്നു കഴിഞ്ഞാൽ അതാണ് കോഡ് വന്ന് ഔട്ടാക്കട്ടെ. ഇഖ്തറ മാല യുലാഇമു എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഇനി പറയേണ്ട ഒരു കാര്യമാണ് അൽ മലക്കത്തു ഷഫവിയ. അൽ മലക്ക ഷഫവിയ, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യമാണ് ഓറൽ സ്കിൽസ് എന്ന് പറയും. അൽ മലക്കത്തു ഷഫവിയ എന്ന് വെച്ചാൽ ഓറൽ സ്കില്ല്. ഈ ത്വരീക്കത്തിന് അതൊരു മെത്തേഡാണ്. അല്ലാതെ തുസ്തഅമൽ, അത് ഉപയോഗിക്കുന്ന ഒരു തദ്രീസ് തുല്ലാഫിൽ മർഹലത്തിൽ ഇബ്തിദായി, അതായത് പ്രാഥമിക വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ അധ്യാപകർ ഉപയോഗിക്കുന്ന, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അത് വിദ്യാർത്ഥികളുടെ ഭാഷയെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഓറൽ സ്കിൽ എന്നുള്ളതാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടി നന്നായിട്ട് എഴുതണമെന്നല്ല ഒരു അധ്യാപകൻ ആഗ്രഹിക്കണം. മറിച്ച് എന്താണ്, അവൻ കാര്യങ്ങളെ നല്ല രൂപത്തിൽ മറ്റുള്ളവരോട് പറയാൻ പഠിക്കണം. അപ്പൊ ആ ഈ എന്ന് എഴുതി പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവൻ എഴുതാൻ അറിയുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? പറയാനും പഠിക്കണം. അവൻ എന്നാലേ എന്ത് ചെയ്യുള്ളൂ? അവൻ പറയാൻ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവനിക്ക്? എന്തിനാ നമ്മൾ പറയാൻ പഠിപ്പിക്കുന്നത്? തഖ്വിയത്തി മഹാറാത്തുൽ തഹദ്ദുസി, സംസാരം എന്ന സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു പഠിക്കണം, വേണ്ടേ? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മലക്കത്തു ഷഫവിയക്ക് പ്രാധാന്യം. മാത്രമല്ല ഇസ്തിമാ, നമ്മുടെ ലിസണിങ്ങിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കപ്പെടുന്നതിന് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സാധനം വേണം. ഇനി അൽ ലുഗത്തുൽ ആരിയ വസാമിയ വൽ ഇൻജിലീസിയ, ആര്യൻ ഭാഷ, സെമിറ്റിക് ഭാഷ, ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ ഭാഷകളിൽ പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത്. വസീലത്തു ഇത്തിസാല് ബൈന അഫ്റാദുൽ ബശരി ഫി ശക്ലി അസ്വാത്തി മുനന്നിമ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശബ്ദ രൂപത്തിൽ
വ്യക്തികൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാധ്യമം ഏതാണ്? ഭാഷയാണോ, സാഹിത്യമാണോ, ബലാഗയാണോ, നഹ്വാണോ? ഭാഷയാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ലാത്ത അല്ലെ കാര്യങ്ങളാണ് അല്ലെ. അദബ് എന്താണ്? എന്താണ് അദബ്? മാഹു അദബ്? എന്താണ്? വിനോദം. മൽ മുറാദ് ബിൽ അദബ്, മൽ മുറാദ് ബിൽ മാ മഅന ലൈസൽ അദബ്, മൽ മുറാദ് ബിൽ അദബ്. എന്താണ് അദബ് എന്ന് വെച്ചാൽ? സാഹിത്യം. അത് മഅന, ആശയം. മൽ മുറാദ് എന്നാണ്. മൽ മുറാദ് ബിൽ അദബ്. വട്ടി വിമത ലിറ്ററേച്ചർ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മൽ മുറാദ് ബിൽ അദബ് അറിയോ? മൽ മുറാദ്, വാട്ട് യു മീൻ ബൈ ദ ലിറ്ററേച്ചർ? നമുക്ക് വേണമെങ്കിൽ പറയാം ഫന്നുൻ കലാമുൻ യതഖയ്യദു ബിഇസ്തിഅമാൽ അൽഫാദ് വൽ ഇബാറാത്ത്. സ്റ്റേറ്റ്മെന്റുകളും പദങ്ങളും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പദങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കുന്ന ഒരു കലാരൂപമാണ് സാഹിത്യം എന്ന് പറയാം. ഒരു പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ മനുഷ്യന്റെ വൈകാരികതകൾക്ക് അനുസരിച്ച് കലാരൂപമാണ് സാഹിത്യം അല്ലേ? കലാരൂപം അല്ലേ? അതൊരു കലയല്ലേ? ഇനി എന്തൊക്കെ തരത്തിലുള്ള ഉണ്ട് സാഹിത്യത്തിൽ? ഏതൊക്കെ തരത്തിലുള്ള സാഹിത്യമുണ്ട് പ്രധാനമായിട്ടും? ഏതൊക്കെ തരത്തിലുള്ള സാഹിത്യം ഉണ്ട്? ഗദ്യമുണ്ട്, പദ്യമുണ്ട് ഇല്ലേ? ഷിഅറും ഉണ്ട്, നസറും ഉണ്ട്. യെസ്, ബറക്കല്ലാഹു ഫീക്കും. ബലായ്ക്ക് ഏതൊക്കെ ഉണ്ട്? ബലായ്ക്ക് ഏതൊക്കെ ഇനങ്ങളുണ്ട്? മആനി ഉണ്ട്, ബലായ്ക്കോ? അത് നഖദിന്റെ അനാസറുകളാണ്. ആതിഫ, ഖയാല്, മആനി, ഉസ്ലൂബ്. എന്റെ ചോദ്യം അതല്ലാഹേ. എന്റെ ചോദ്യം ബലായ്ക്ക് ഏതൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദിഅ അല്ലേ? യെസ്. ഇനി ഇൽമുൽ നഹ്വ് എന്തെന്നുള്ളതൊക്കെ നമ്മൾ ഇൻഷാല്ലാ പറയും. ഇനി അൽ ഫിലോളജി. ഫിലോളജി എന്ന് വെച്ചാൽ ഇൽമുൽ ലുഗ അൽ മക്തൂബയാണ്. അത് നമ്മൾ എന്താന്ന് പറയാം. ഒരു ചോദ്യം കൂടി നോക്കിക്കേ. ഇൽമുൻ യഅ്തമിദു അലൽ മുസ്തലഹാത്തുൻ നഹ്വിയ്യ. ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മിസ്ലൽ ഫിഅലി വൽ ഫാഇൽ വൽ മഫ്ഊൽ. ഫിഅൽ, ഫാഇൽ, മഫ്ഊൽ തുടങ്ങിയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ശാസ്ത്രീയ രേഖ ഏതാണ്? ഇൽമുൽ ഉസൂലാണോ, ഇൽമുൽ ലുഗത്താണോ, ഇൽമുൽ സർഫാണോ, ഇൽമുൽ നഹ്വാണോ? യെസ്, ഇൽമുൽ നഹ്വ് ആണ് കേട്ടോ. ടൈപ്പ് ചെയ്യണേ. എല്ലാവരും ആൻസർ ചെയ്യുമ്പോൾ ബാക്കി ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൽമുൽ ലുഗ? നമുക്ക് നോക്കാം. ഭാഷാശാസ്ത്രം. ഇൽമുൽ ലുഗ ഹുവ ഇൽമുൽ ലദീ യഹ്തമു ബിദിറാസത്തിൽ. ഭാഷയെക്കുറിച്ച് പഠിക്കലാണ് ഇൽമുൽ ലുഗ എന്ന് പറയുന്നത്. സയന്റിഫിക് ആയിട്ട് ഭാഷയെ കുറിച്ച് പഠിക്കലാണ് ഇൽമുൽ ലുഗത്ത് എന്ന് പറയുന്നത്. എന്തിനാണ് അങ്ങനെ നമ്മൾ പഠിക്കുന്നത്? അതായത് നമ്മൾ തെറ്റുകൾ നിന്ന് ഒഴിവാക്കാനാണ്. നമ്മൾ ഒരു കാര്യങ്ങളെ ഉദ്ദേശിക്കുമല്ലോ. ആ ഉദ്ദേശിക്കുന്ന തെറ്റുകളിൽ നിന്നും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നിന്നും തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ, തെറ്റുകളിൽ നിന്നും സൂക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഭാഷയെ കുറിച്ച് പഠിക്കാം. ഉദാഹരണത്തിന് ഒരാൾ അദബ് എന്ന് പറഞ്ഞു. എവിടെ അദബ് എന്ന് പറയണേ? പള്ളിയിൽ മിമ്പറിൽ കയറിയിട്ട് നിങ്ങൾക്ക് അദബ് വേണം എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ഇതാണ് അദബിലെ ഏറ്റവും ആദ്യത്തെ മനോഹരമായ കാവ്യം എന്ന് പറയുന്നത്. നമ്മള് പള്ളിയിൽ കയറി പറയേണ്ട അദബ് അതാണോ?
പള്ളിയിൽ ഇരിക്കുന്നവരോട് പറയാണ് നിങ്ങൾക്ക് അദബ് വേണോന്ന് പറയാണ്. ആ അദബ് വേണോന്ന് പറഞ്ഞിട്ട് മിമ്പറിൽ കയറിട്ട് എന്ത് പറയാണ്? ഉസ്താദ് പ്രസംഗിക്കുകയാണ്, നിങ്ങൾക്ക് കിഫാ നബിക്ക് മിന്ദിക്കറ ഹബീബി വ മൻസിലി ബിസിക്കത്തില്ലി വ ബൈന ദഖൂലി ഫഹുമദി എന്ന് പറയുന്ന ഇംറു ഖൈസിന്റെ കവിത പാടിയിട്ട് പറയാണ് നിങ്ങൾക്ക് ഈ അദബ് വേണോന്ന് പറഞ്ഞാൽ ശരിയാവോ? അവിടെ ഏതാ അദബ് ഉദ്ദേശിച്ചേ? അവിടെ മര്യാദ എന്നുള്ളതാണ്. അപ്പൊ അത് ജാഹിലിയ കാലഘട്ടത്തിലുള്ളത്, അത് ഇസ്ലാമിക കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു അദബിനൊരു സാഹിത്യമാണ്. എന്താ അദബിന്റെ ഒരു മാനയാണ് എന്താണ് ഖുലുഖുൽ ഹസൻ എന്ന് പറയുന്ന ഒരു അദബ് എന്ന് പറയാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ലിംഗ്വിസ്റ്റിക്സ് എന്താന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരിൽപ്പെട്ട വേദങ്ങളാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇതിനെക്കുറിച്ച്, ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ലിംഗ്വിസ്റ്റിക്സ് ശാഖകളാണ് കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്, ബയോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, ജിയോഗ്രഫിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ തന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, ഇൽമുൽ ലുഗ അൽ ഇജ്തിമായി, ഇൽമുൽ ലുഗ അൽ വസ്ഫി, ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ ഇൽമുൽ ലുഗ അൽ നഫ്സി, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലിംഗ്വിസ്റ്റിക് ശാഖകൾ വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന മറ്റു 4 ശാഖകളുണ്ട്. പക്ഷെ അതിൽ ആദ്യത്തെ ഒരു ശാഖയെ കുറിച്ച് നമുക്ക് പറയാം. ഫോണറ്റിക്സ് അഥവാ സ്വനവിജ്ഞാനം, അല്ലെങ്കിൽ ഇൽമുൽ അസ്വാത്ത് അൽ കലാമിയ എന്ന് പറയാം. ചിലപ്പോൾ ഇൽമുൽ അസ്വാത്ത് എന്ന് മാത്രമായിരിക്കും ഉണ്ടാവാം. ഈ ഫോണറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ സൗണ്ടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സ്വനവിജ്ഞാനം എന്നൊക്കെ പറയുന്നത് സൗണ്ട്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. ഇതൊരു അൽ അസ്വാത്തിലോ ഭാഷയിലെ ശബ്ദങ്ങളെ കുറിച്ചും ബിനാഅല മഖാരിജിൽ ഹുറൂഫ്, ഈ ആ ശബ്ദങ്ങൾ പുറപ്പെടുന്ന ഉച്ചാരണങ്ങളെ കുറിച്ചും കൈഫിയത്തി സുദൂരി, അത് എങ്ങനെയാണ് പുറപ്പെടുന്നതിനെ കുറിച്ചിട്ടും, വിശക്ലിൻ മനുഷ്യന്മാരിലും വശക്ലി ഖാസ്, എന്താണ് പ്രത്യേകമായി ഓരോ ഭാഷയിലും. അതായത് ഒരു സൗണ്ട് എടുക്കണം. ഇപ്പോ ഒരു ഉദാഹരണത്തിന് ആ എന്ന ശബ്ദം ഉണ്ടല്ലോ, മലയാളത്തില് ആ എന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിലാവുമ്പോ എന്താ പ്രശ്നം? എ എന്ന സൗണ്ടിലൂടെയാണ് നമ്മൾ ആ പറയാം അല്ലെ? ഏക്കല്ല നമ്മൾ ആ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ എക്ക് തന്നെ 4 സൗണ്ട് വേറെ ഉണ്ട്, ആ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഫോണറ്റിക്സ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അപ്പോ മനുഷ്യനിൽ ഒരു ശബ്ദം എങ്ങനെ വരുന്നു എന്നും ഓരോ ഭാഷകളിൽ എങ്ങനെ വ്യത്യസ്തമായി ഓരോ ലെറ്റേഴ്സിന് നമ്മൾ പറയുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്ന സാധനമാണ് നമ്മൾ ഫോണറ്റിക്സ് എന്ന് പറയാം. മാത്രമല്ല ദറാസത്തി ഖവാസിഹ, അതിന്റെ എന്ത് ചെയ്യണം? ഗുണങ്ങളെ നമ്മൾ പഠിക്കണം. മുജാത്തിൻ സൗത്തിയ, ശബ്ദങ്ങളായി വരുന്ന, ശബ്ദങ്ങളായി രൂപപ്പെടുന്ന അതിന്റെ സൗണ്ട്, ഇതിനെ കുറിച്ചും പഠിക്കണം. അപ്പം ഇത്രേ ഉള്ളൂ ശബ്ദങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ സ്വനവിജ്ഞാനം അഥവാ ഫോണറ്റിക്സ് എന്ന് പറയാം. ഇനി മറ്റൊരു സാധനമാണ് ഇൽമുൽ ലുഗത്ത് താരിഖി, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. അതായത് ഒരു ഭാഷ, ആ ഭാഷ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുക. പണ്ട് ഈ മലയാളം എന്ന് പറയുന്നത് കെട്ടെഴുത്ത്, കോലെഴുത്ത്, ചുട്ടെഴുത്ത് എന്നൊക്കെ വന്ന കുറെ സാധനങ്ങൾ, പിന്നീടാണ് യഥാർത്ഥ ലിപികളിലേക്ക് വന്നത്. അതേപോലെ തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല ഭാഷകളും മോഡേൺ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നേ ഇല്ല. കാരണം ഉപയോഗിക്കാൻ പറ്റൂല, അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറിയിട്ടുണ്ട്. പണ്ട് നമ്മള് ഈ ഉപയോഗിക്കാത്തൊരു സാധനമാണ് കലിപ്പിട എന്ന് നമ്മൾ പറയാറുണ്ട്. ഇടയ്ക്ക് ഒരു BGM ഒക്കെ ഇറങ്ങി കേട്ടോ, കലിപ്പിട എന്നുള്ളത് BGM ഒക്കെ ഇറങ്ങിയത് വേറെ കാര്യം. നമ്മൾ കലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തുദ്ദേശിക്കുന്ന കലിപ്പ് എന്ന് പറയാം? ആൾക്ക് ഭയങ്കര ദേഷ്യാകുന്ന സമയത്താണ്, ആൾ ഭയങ്കര കലിപ്പിലാണ് നമ്മൾ പറയാം അല്ലെ? പക്ഷെ നമ്മൾ ഇപ്പൊ പറയുന്ന വേറൊരു കലിപ്പുണ്ട്, കലിപ്പിന്റെ കാന്താരി എന്ന് പറയുന്ന വേറെ സാധനം ഉണ്ട്. അത് വേറൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ചില ആൾക്ക് ദേഷ്യമുള്ള ആൾക്കാരെ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ളവരെ അങ്ങനെ പറയാറുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അത് വേറെന്തോ അർത്ഥമായിരിക്കും, പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു അർത്ഥമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചരിത്രപരമായിട്ടുള്ള അർത്ഥങ്ങളെ കുറിച്ച് പറയുന്ന സാധനമാണ് ഇൽമുൽ ലുഗത്ത് താരീഖി എന്ന് പറയുന്നത്. ഇൽമി നമുക്കറിയുന്ന ഒരു സാധനമാണ് ഇൽമു സൊറുഫ് എന്ന് പറയാം. അതായത് ഇൽമു തർത്തീബി ഹുറൂഫ് താഖിൽ കലിമ എന്ന് നമുക്ക് പറയാം. അതായത് ഒരു വാക്കിനെ എന്ത് ചെയ്യുക? നമ്മൾ അതിനെ ക്രമീകരിക്കുക എന്ന് പറയും. ഉദാഹരണത്തിന് കതബ എഴുതി, ഒരാൾ എന്താണ് എഴുതി. കതബാ, അവർ 2 പേർ എഴുതി. കതബൂ, അവർ അനേകം പേർ എഴുതി. കതബത്ത്, അവൾ എഴുതി. കതബത്ത, അവർ 2 പേര് എഴുതി. കതബ്ന, അവർ അനേകം സ്ത്രീകൾ എഴുതി എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇതിനാണ് നമ്മൾ ഇൽമു സൊറുഫ് എന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്യുന്നത്
ഒരു പദത്തിനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അടുക്കി വെക്കുകയാണ്. അൽ ഇൽമുല്ലദീ യഅ്നി ബിതഹ്ബീരിൽ കലിമ, നമ്മുടെ പദങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ്. അസ്ലിൻ വാഹിദില കലിമത്തിൻ ഉഖറ, ഒരു അടിസ്ഥാനത്തിന് മറ്റു പദങ്ങളെ. മനസ്സിലായോ? ഇപ്പം ഒരു വാക്കിൽ നിന്നുള്ള മറ്റു പദങ്ങളാക്കി മാറ്റിയത് അല്ലേ? അങ്ങനല്ലേ? നമ്മളെ പെഡഗോഗി കുറച്ച് ബോറ് സാധനമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്ക്. മനസ്സിലായില്ലെങ്കിൽ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കത്തൂല. പിന്നീട് എന്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സങ്കടപ്പെട്ടുകൊണ്ട് വന്ന് ചോദിക്കുക, സാറേ ഒന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് ചോദിക്കരുത്. അപ്പൊ എനിക്ക് സങ്കടമാവും. നിങ്ങൾ കൂടെ വന്നിട്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കത്തൂല ഒന്നും. എന്താണ് പെഡഗോഗി? അതാദ്യം അറിയണം അല്ലെ. പെഡഗോഗി എന്ന് പറയുന്നത് നമ്മുടെ ഈ വിദ്യാർത്ഥികളെ കുറിച്ചിട്ടുള്ള, നമ്മൾ ഈ പറയുന്ന എന്താണ് ശിശുബോധന ശാസ്ത്രം എന്ന് പറയും മലയാളത്തിൽ. അതായത് കൊച്ചു കുട്ടികളെ കുറിച്ചിട്ടുള്ള എന്താണ് അവരെ കുറിച്ച് പഠിക്കുന്ന, അവരുടെ സൈക്കോളജിയെ കുറിച്ച് പഠിക്കുന്ന സാധനം നമ്മൾ പെഡഗോഗി എന്ന് പറയാം. ഓക്കെ, അതിന്റെ അറബി വൽക്കരിച്ചിട്ടുള്ള വേർഷൻ നമുക്ക് പഠിക്കാനുള്ളത്, അത്രേ ഉള്ളൂ. ഇനി നെഹ്വ് എന്ന് പറയുന്നത് എന്താണ്? നെഹ്വി എന്താണ്? ഇൽമുൻ തുഅറഫു ബിഹ അസ്വാ അഹ്വാൽ കലിമത്തുൽ അറബിയ്യ മിൻ ജിഹത്തിൽ ഇഅറാബ് വൽ ബിനാ. അതായത് മുഅറബ് മബനി എന്ന രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് അറബി പദങ്ങളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇൽമു നെഹ്വ് എന്ന് പറയാം. ഇൽമു ദലാല എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇൽമു ദിറാസത്തുൽ മാന, ആശയത്തെ കുറിച്ച് പഠിക്കലാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൽമു ദലാല എന്ന് വെച്ചാൽ എന്താണ്? ഇൽമു ദിറാസത്തുൽ മാന, ആശയത്തെ കുറിച്ച് അല്ലെങ്കിൽ അർത്ഥത്തെ കുറിച്ച് പഠിക്കലാണ് എന്ത് ഇൽമു ദലാല അഥവാ സെമാന്റിക്സ് എന്ന് പറയാം. ഇനി എറ്റിമോളജി എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മൾ നേരത്തെ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു, അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? അതിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ്. എന്നാല് ഈ വിറാസത്തുൽ അസ്ൽ താരീഖിൽ കലിമ, ഒരു പദം ഉണ്ടായ ഒരു സാധനം പറയുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ പെഡഗോഗി എന്ന പദം രൂപീകരിക്കപ്പെടുന്നത് പെഡ എന്ന അഗോഗസ് എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ഈ പറഞ്ഞ സാധനമല്ലേ പെഡഗോഗി എന്ന പദം പെഡ എന്ന അഗോഗ എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞില്ലേ? ഇതിനെയാണ് നമ്മൾ ശബ്ദോത്പത്തി ശാസ്ത്രം എന്ന് പറയുന്നത്, അഥവാ ഇൽമു തജ്ദീദ് വൽ ഇസ്തിഖാഖ് എന്ന് പറയും, എറ്റിമോളജി എന്ന് പറയും. എന്തെയാണ് ആ പദത്തിന്റെ അടിസ്ഥാന ചരിത്രം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പെഡഗോഗി എന്നൊരു വാക്കെടുക്കാണ്. ആ പെഡഗോഗി എന്ന വാക്ക് രൂപീകരിക്കപ്പെടുന്നത് പെഡ എന്ന വാക്കിൽ നിന്നും അഗോഗ എന്ന രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഇൽമു തജ്ദീദ് വൽ ഇസ്തിഖാഖ് എന്ന് പറയാം, ശബ്ദോത്പത്തി ശാസ്ത്രം എന്ന് പറയാം. ഇനി ഇൽമുൽ മആജിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് പറയുന്നത്, മലയാളം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഡിക്ഷണറികളില്ലേ, ഡിക്ഷണറികൾ, ആ ഡിക്ഷണറികളെ കുറിച്ച് പഠിക്കലാണ് നമ്മൾ ഇൽമുൽ മആജിം എന്ന് പറയാം, ലെക്സിക്കോഗ്രഫി എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ അറബ് ഡിക്ഷണറി ഏതാണ്? അറബിക് ഡിക്ഷണറി ഏതാണ്? അവ്വലു മുഅജ്ജമുൽ അറബിയ്യ മാ ഹുവ അവ്വലുൽ മുഅജ്ജമുൽ അറബിയ്യ അറിയോ? ഖലീൽ ബിൻ അഹ്മദ് അൽ ഫറാഹിദി രചിച്ചിട്ടുള്ള കിതാബുൽ ഐൻ എന്ന ഗ്രന്ഥമാണ്. കിതാബുൽ ഐൻ എന്ന ഗ്രന്ഥമാണ് അവ്വലുൽ മുഅജ്ജമുൽ അറബിയ്യ നമുക്ക് പറയാനാവുക. കിതാബുൽ ഐൻ. ഓക്കെ, അബ്ദുൽ മുഅജ്ജമുൽ അറബിയ എന്ന് പറയുന്നത് എന്താണ്? കിതാബുൽ ഐൻ ആണ്. കിതാബുൽ ഐൻ എന്നുള്ളതാണ് അബ്ദുൽ മുഅജ്ജമുൽ അറബിയ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്നതാണ് മുഅജ്ജമിന് നമ്മുടെ ഐൻ എന്ന കിതാബുൽ ഐൻ എന്ന പേര് കൊടുത്തത്. കിതാബുൽ ഐൻ എന്ന് കൊടുക്കാൻ കാരണം ഐൻ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങിയതുകൊണ്ടാണ്. നമ്മൾ സാധാരണ തുടങ്ങാറുള്ള അലിഫ് കൊണ്ടാണ്. അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അബ്ജദ് ഹവ്വസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അബ്തസ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ഉപയോഗിക്കാം. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് നമ്മൾ ലെക്സിക്കോഗ്രഫി എന്ന് പറയാം. ലെക്സിക്കോഗ്രഫി എന്ന് പറയാം. ഇനി മറ്റൊരു സാധനമാണ് ഇൽമുൽ ലുഗ അൽ ഇജ്തിമായി, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. അതായത് ഓരോ സമൂഹത്തിനും ഓരോ ഭാഷയ്ക്കും ഓരോ സമൂഹമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ കേരളം എന്നൊരു സ്റ്റേറ്റ് എടുക്കണം, മലയാളം ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. തമിഴ്നാട്ടിൽ തമിഴ് ഉണ്ടാവുള്ളൂ, കർണാടകയിൽ കന്നഡ ഉണ്ടാവുള്ളൂ മാതൃഭാഷയായിട്ട്, അല്ലെ?
അപ്പോ ആ ഭാഷയ്ക്കും അവർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും തമ്മിലുള്ള ബന്ധം ഉണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ട്, ആ ഭാഷ രൂപീകരിക്കപ്പെടാൻ എന്തുണ്ട്, സമൂഹത്തിന് എന്തുണ്ടാവും, ഒരു സ്വാധീനം ഉണ്ടാവും. അപ്പം ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്ത്, മലയാള ഭാഷയിൽപ്പെട്ട ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഷയാണ് മലയാള ഭാഷ. മറ്റു ഭാഷകളാണ് കന്നഡയും തമിഴും തെലുങ്കും ഒക്കെ. അപ്പൊ ദ്രാവിഡിയൻ സംസ്കാരമുണ്ട് നമുക്ക്. അപ്പോ അതുകൊണ്ടാണ് മലയാളത്തിലെ ചില പദങ്ങൾ എന്തുണ്ട്, തമിഴിലുണ്ട്. അതെന്തുകൊണ്ടാണ്, സംസ്കാരങ്ങൾ തമ്മിലുള്ള ചില സ്വാധീനങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖ എന്ന് പറയുന്നത് ഇൽമുൽ ലുഗ അൽ ഇജ്തിമായി, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഇനി മറ്റൊരു സാധനമാണ് ഫിഖ്ഹുൽ ലുഗ എന്ന് പറയും. ഒരു ഗ്രന്ഥമുണ്ട്, ഫിഖ്ഹുൽ ലുഗ ഫൽസഫത്തുഹ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അബൂ മൻസൂർ സഅലബിയുടെ, മുമ്പ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും ഫിഖ്ഹുൽ ലുഗ ഫൽസഫത്തുഹ ആരുടെ ഗ്രന്ഥമാണ് ചോദിക്കും. അബൂ മൻസൂർ സഅലബിയുടെ ഗ്രന്ഥമാണ്. അതായത് ഫിലോളജി എന്ന പുസ്തകത്തിന്, അതായത് എഴുതപ്പെട്ട ഭാഷകളെ കുറിച്ച് പഠിക്കലാണ് ഫിലോളജി എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ചും പുരാതന കാലഘട്ടത്തിലെ എഴുത്തുകളെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ഫിലോളജി എന്ന് പറയാം. പുരാതന കാലഘട്ടത്തെ പുരാതന ഭാഷകളിലുള്ള എഴുത്തുകളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ഫിലോളജി എന്ന് പറയാം. അൽ ഫിലിയോളജി പഴയ കാലഘട്ട ഭാഷയിലുള്ള പഴയ കാലഘട്ടത്തിലെ ടെക്സ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ഫിലോളജി എന്ന് പറയാം. നോക്കിക്കേ, ഒരു ചോദ്യം നോക്കിക്കേ, ഇഖ്താറ നീ തിരഞ്ഞെടുക്കണം. മാ ഹുവ ലൈസ മിൻ മഫ്ഹൂമി അസാസിയിൽ ലുഗ, ഭാഷയുടെ പ്രധാനപ്പെട്ട ബേസിക്സിൽ പെടാത്തതിനെ തിരഞ്ഞെടുക്കണം. ഇൽമുൽ അസ്വാദ്, ഇൽമുൽ ഫറാഇൽ, ഇൽമുൽ ദലാല, ഇൽമുൽ സർഫ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം കേട്ടോ. യെസ്, ഇൽമുൽ ഫറാഇലാണ്. ഇൽമുൽ ഫറാഇദ് എന്ന് വെച്ചാൽ ഇൻഹെറിറ്റൻസ് സയൻസ് എന്ന് പറയും. ഇൻഹെറിറ്റൻസ് സയൻസ് അഥവാ അനന്തരാവകാശ നിയമം എന്ന സാധനമുണ്ട്. ആർക്കാണ് അനന്തരാവകാശം ഉള്ളത്, ആർക്കൊക്കെ ഇല്ല എന്നതിനെ കുറിച്ചിട്ട് പഠിക്കലാണ്. അത് എത്ര ആർക്ക് കൊടുക്കണം, എത്ര ആർക്കൊക്കെ കൊടുത്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു ഫിഖ്ഹിയായ ഒരു ശാസ്ത്രമാണ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഫറാഇദ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു സാധനമാണ് ലൈസത്ത് മിൻ വളായിഫിൽ തസ്സീറുൽ അഫ്കാർ, ചിന്തകൾ രൂപീകരിക്കുന്നു. അൽ മുഖത്തസബാത്തുൽ മാലിയ, പൈസ സമ്പാദിക്കുന്നു. അത്തവാസുൽ മഅൽ ആഖിർ, മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. തദ്ബീനുൽ ബഖാഇ, സംഭവങ്ങളെ പൊളിക്കുക. എന്താണ് വളായിഫിൽ ഭാഷയുടെ ധർമ്മങ്ങളിൽ പെടാത്തത്? യെസ്, എന്താണ് മുക്തസബാത്തുൽ മാലിയ എന്നുള്ളതാണ്. മിമ്മല യുവാഫിക് ബിൽ വളായിഫിൽ, ഭാഷയുടെ ധർമ്മങ്ങളിൽ പെടാത്തത്. വീണ്ടും നോക്കിക്കേ, യെസ്, ഏതാണ് വസീലത്തു കസ്ബുൽ മഈഷ എന്നുള്ളത്. എന്താണ് ബാക്കിയുള്ള എന്തൊക്കെ? വസീലത്ത് ഇത്തിസാലു ബിൽ ഗൈർ, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള, മറ്റുള്ളവരുമായി എത്തിച്ചേരാനുള്ള ഒരു മാധ്യമമാണ്. വസീലത്തുൽ തഅബീരി അൽ ആലാമി വൽ അമാൽ, പ്രതീക്ഷകളും സങ്കടങ്ങളും
നമ്മളെ പ്രതീക്ഷകളെ നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. വസീലത്തു കസ്ബുൽ മഈഷ, ജീവിത സംബോധനത്തിന് വേണ്ടിയുള്ള ഒരു മാധ്യമമാണ്. ഇസ്തിഫാദ മിന തജാരിബിൽ ആഖിരി, മറ്റുള്ളവരുടെ ഫീലിങ്സുകളെ മനസ്സിലെ ഫീലിങ്സുകളെ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാനുള്ള ഒരു ഇതാണ്. അപ്പൊ എന്താണ് വലായിഫ് ലുഗയുമായി ബന്ധപ്പെടാത്തെന്ന് നോക്കിക്കോ. മനസ്സിലായണേ? യെസ്, ഓപ്ഷൻ ബി ആണ്. ഇഖ്തറ മിനൽ ആത്തിയ മാലാ യുവാഫിഖു ബിൽ വലായിഫ് ലുവ. ആൻസർ ചെയ്യണേ പെട്ടെന്ന് 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 പറഞ്ഞു പോവാം. യെസ്, ഏതാണ്? വസീലത്തു ഇക്തിസാബിൽ മാൽ എന്നുള്ളതാണ് ശരിയായി വരാത്തത്. വസീലത്തു ഇക്തിസാബിൽ മാൽ എന്നുള്ളത് വരുന്നതല്ല. ബാക്കി എന്താണ്? വസീലത്തു ഇക്തിസാല് ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താനുള്ള മാധ്യമമാണ് ഭാഷ എന്ന് പറയുന്നത്. വസീലത്തുൽ തഅബീർ അൽ അഫ്കാർ, ചിന്തകളെ കുറിച്ച് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. വസീലത്തു ലിൽ മുനാഖശത്തി വൽ ഫഹം, കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്, എന്താണ്, ഒരു മാധ്യമമാണ് എന്ന് പറയുന്നത്. ഇനി ഭാഷയ്ക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. അൽ വലീഫത്തു ഷഖ്സിയ, അൽ വലീഫത്തുൽ ഫിക്രിയ, അൽ വലായിഫുൽ ഇജ്തിമാഇയ. പ്രധാനമായിട്ടുള്ള 4 ഇനിയും കുറെ ഉണ്ട്. നമുക്കത് ഇൻഷാ അല്ലാഹ് ചർച്ചയ്ക്കാം. ആദ്യത്തേതാണ് വലീഫത്തു ഷഖ്സിയ, വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ധർമ്മങ്ങൾ എന്ന് പറയാം. അതായത് തഹദ്ദസു അനിൽ മശാഇരി വൽ മൗഖിഫ്, നമ്മുടെ നിലപാടുകളെ പറ്റി ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തിപരമായിട്ട് ഒരുപാട് ധർമ്മങ്ങൾ വേണം. അതേപോലെ എന്താണ്, ചിന്തകളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു മാർഗം കണ്ടെത്തുന്നത്. അതിനാണ് നമ്മൾ ഭൗതികമായിട്ടുള്ളതെന്ന് പറയാം. അൽ വലായിഫുൽ ഇജ്തിമാഇയ, സാമൂഹികപരമായിട്ട് നമുക്ക് എന്ത് വേണം? ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും സമൂഹ ബന്ധങ്ങളെ കെട്ടിപ്പടുത്താൻ വേണ്ടി തൗസീഖ് റവാബത്തുൽ ഇജ്തിമാഇയ, ഇതിനൊക്കെ ഭാഷ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലീഫത്തു സഖാഫിയ, സാംസ്കാരികപരമായിട്ട് പ്രത്യേകിച്ചും എന്താണ്, നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ അല്ലെങ്കിൽ സാമൂഹിക ആചാരങ്ങളെ സംരക്ഷിക്കാനൊക്കെ എന്ത് വേണം? നമുക്ക് ഭാഷയെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമേഷണൽ ഫംഗ്ഷൻ, കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വലീഫത്തുൽ ഇഅ്ലാമിയ അൽ ഇഖ്ബാരിയ, ഈ അമലിയത്ത് തൗസീലുൽ മഅലൂമാത്തി വൽ ഇബ്ലാഇൽ ഹഖായിഖ്, എന്താണ്, നമ്മുടെ വാസ്തവങ്ങളെ, നമ്മുടെ നോളജുകളെ എന്ത് ചെയ്യാ എത്തിക്കാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ധർമ്മമാണ് ഇൻഫർമേഷണൽ അഥവാ വലീഫത്തുൽ ഇഅ്ലാമിയ എന്ന് പറയും. ഇനിയും ഉണ്ട് ലിത്തഅബീർ, ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കും. ലിത്തവാസു, ആശയവിനിമയം നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ലിത്തഅലീം, വിദ്യാഭ്യാസത്തിന് നമ്മൾ ഉപയോഗിക്കും. ലിത്തദ്ബീൻ, കാര്യങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ലിസ്തിമാ, കാര്യങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ്. മിൻ വലായിഫുൽ ലുഗ അൽ വലീഫത്തു തഫാഉലിയ, അൽ വലീഫത്തു ശഖ്സിയ, അൽ വലീഫത്തുൽ ഇഅ്ലാമിയ, ജമീഉ മാ ദുകിറ.
ഏതാണ്? അൽ ജമീഉ മാ ദുക്കിറ എന്നുള്ളതാണ്. യസ്തഖദമുൽ ഇൻസാൻ അല്ലുഗ ലിനഖലിൽ മഅലൂമാത്തിൽ ജദീദ ഇലൽ അജിയാലിൽ ലാഹിഖ. അതായത് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യൻ പുതിയ തലമുറയിലേക്ക് പുതിയ ആശയങ്ങളെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്തിൽ പെടുന്നതാണ്? വദീഫത്തുൽ ഇസ്തിഖ്ശാഫിയ, ഡിസ്കവറി എന്നുള്ളതിലാണോ? വദീഫത്തുൽ ഇഖ്ബാരിയ, കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഇതെന്നുള്ളതാണോ? വദീഫത്ത് തഖീലിയ, ഭാവനാത്മകമായിട്ടുള്ള ഭാഷയുടെ ധർമ്മമാണോ? വദീഫത്ത് റംസിയ, സിംബോളിക്കൽ ആയിട്ടുള്ള ധർമ്മമാണോ? യെസ്, അൽ വദീഫത്തുൽ ഇഖ്ബാരിയ എന്നുള്ളതാണ്. ഇനി ഭാഷയ്ക്ക് പലതരത്തിലുള്ള കിസ്മുകളുണ്ട്. ഒന്ന് അത് കിസ്മു ലൂല, അലുഗത്തുൽ ലൂല, അതാണ് ആദ്യ ഭാഷ എന്നുള്ളത്, ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയാം. സ്ഥാനി സെക്കൻഡ് ലാംഗ്വേജ്, അലുഗത്തുൽ അജ്നബിയ ഫോറിൻ ലാംഗ്വേജ്. ഇനി ഒരു ചോദ്യം നോക്കിക്കേ. ഇക്തശഫ മാ ഖറജ മിൻ അഗ്റാദി ദറാസത്തിൽ ലുഗ. ഇനി ഭാഷയ്ക്ക് ഭാഷ പഠിപ്പിക്കുന്നതിനെ കുറച്ച് എന്തുണ്ട്? ഡ്യൂട്ടീസ് ഉണ്ട്, ധർമ്മങ്ങളുണ്ട്, ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റുകളുണ്ട്. അപ്പൊ അതിൽ പെടാത്തത് കണ്ടെത്താനാണ്. ഭാഷയ്ക്ക് പഠിപ്പിക്കുന്നതിന്റെ ഒബ്ജക്റ്റിൽ പെടാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇക്തിസാബി മഹാറത്ത് ലുഗവിയ അറബിയ, അറബി ഭാഷയുടെ എന്ത് ചെയ്യാം? സ്കില്ല് ഡെവലപ്പ് ആക്കുക. ഇക്തിഷാഫി മഹാറത്ത് സിറാത്തുൽ ഹദീസ, മോഡേൺ അഗ്രികൾച്ചറിന്റെ സ്കില്ല് ഉണ്ടാക്കാൻ. ഇക്തിസാബി മലകത്ത് തർജ്ജമ, ട്രാൻസ്ലേഷൻ സ്കില്ല് ഉണ്ടാക്കാൻ. മാരിഫത്ത് തുറാസ് സഖാഫിൽ അദബുൽ അറബി, അറബി സാഹിത്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ എന്ത് ചെയ്യാൻ? അറിയാൻ വേണ്ടി. ഇക്തിസാബി മഹാറത്ത് സിറാത്തുൽ ഹദീസ, മോഡേൺ അഗ്രികൾച്ചറിന്റെ സ്കില്ല് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ധർമ്മങ്ങളുണ്ട്. ഒന്ന് 4 ലാംഗ്വേജ് സ്കില്ലുകൾ നേടാൻ വേണ്ടി നമ്മൾ ഭാഷ നമ്മൾ പഠിക്കുന്നുണ്ട്. അറബി ഭാഷ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികളില് വായിക്കാനും എഴുതാനും സംസാരിക്കാനും കേൾക്കാനും കഴിവുണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇക്തിസാബി അറബിയ, അറബി ഭാഷയിലൂടെ എന്ത് ചെയ്യുക? എല്ലാ നോളജുകളും നേടാനുള്ള സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇക്തിസാബി മുഖദ്ദറത്തിലെ തദബ്ബുൽ അദബുൽ അറബി, അറബി സാഹിത്യത്തെ ആസ്വദിക്കാനുള്ള സ്കില്ല് ഉണ്ടാക്കുക. അതായത് വെറുതെ അറബി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഷാന ടീച്ചറെ ഇവിടെ ഉണ്ടോ? ഷാന ടീച്ചറെ ഇവിടെ ഇല്ല, ഉറങ്ങി. ഫൗസിയ ടീച്ചറെ ഇല്ല, ഇവിടെ ഇല്ല, അവർ രണ്ടുപേരും ഇല്ല. ഇനി നൗദിഷ ടീച്ചർ ഉണ്ടോ? ഫൗസിയ ടീച്ചർ ഉണ്ട്. ഓക്കെ, കേക്കാവോ? ഒക്കെ ഒന്ന് വോയിസ് വരുമോ? എന്തിനാണ് ആക്ച്വലി ഈ അറബി സാഹിത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അറബി ഭാഷ പഠിപ്പിക്കുന്നത്? അറബി ഭാഷ അറബി സാഹിത്യം മനസ്സിലാക്കാൻ വേണ്ടി എന്തിനാണ് അറബി ഭാഷ പഠിപ്പിക്കണേന്നാണ് ചോദിച്ചത്. മലയാളത്തിൽ വായിച്ചാൽ പോലെ. അത് അറബി ഭാഷ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അറബി ഭാഷ അറബി സാഹിത്യത്തിലെ അറബി സാഹിത്യത്തെ അറബി ഭാഷയിൽ തന്നെ പഠിച്ചാലല്ലേ അതിന്റെ മാധുര്യം മനസ്സിലാവുള്ളൂ. എന്താണ് ഉദ്ദേശിച്ചതല്ലേ? അല്ലേ? മാത്രമല്ല അറബി ഭാഷയിലൂടെ എന്ത് ചെയ്യുക? ക്രിയേറ്റീവ് വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുക. അതായത് എഴുതാനും വായിക്കാനും മാത്രമല്ല, കവിതകൾ എഴുതാനും കവിതകൾ പാടാനും ഒക്കെ, സ്വന്തമായി കവിതകൾ പാടാനും ഒക്കെ. അതുപോലെ ട്രാൻസ്ലേഷൻ സ്കിൽ, മലയാള തർജ്ജമ, അറബി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്ന് അറബിയിലേക്കൊക്കെ. അതുപോലെ തന്നെ അറബിയിൽ കുറച്ചുകൂടി തർഗീബ് ചെയ്യാൻ, അതായത് അവനെ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ലിമാരിഫത്ത് തുറാസ് സഖാഫിൽ അറബിയ, അറബി സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, അറബി സംസ്കാരത്തിന്റെ പൈതൃകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ തൗസ്ലീഹ് ദാരിസീന ബിൽ മഹാറത്ത് ലുഗവിയ്യത്തിൽ മത്ലൂബ ഫി മജാലിൽ അഅ്മാൽ, അതായത് ജോലി മേഖലകളില് ആവശ്യമുള്ള ഭാഷകളുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഭാഷ ഉപയോഗിക്കണം. അതിനെ കുറിച്ചിട്ടുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭാഷ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ചോദ്യം നോക്കിയാൽ 2020 ചോദിച്ചൊരു ചോദ്യമാണ്.
പ്രാഥമിക വിദ്യാലയങ്ങളിൽ അറബി ഭാഷ പഠിപ്പിക്കുമ്പോൾ ഉള്ള ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ആശയങ്ങളെ എന്ത് ചെയ്യാ ക്രോഡീകരിക്കാനുള്ള ഒരു കോമ്പിറ്റൻസി നേടിയെടുക്കുക. അതായത് ആശയങ്ങളെ ക്രോഡീകരിക്കാൻ കോമ്പിറ്റൻസി കഴിവ്. തസ്ലീമ് ഫി മജാലിൽ അഅമാൽ എന്താണ് ഈ ജോലി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ. ഇക്തിസാബിൽ മഹാറാത്തുൽ അർബ 4 ലാംഗ്വേജ് സ്കില്ലുകൾ നേടിയെടുക്കാൻ. ഇക്തിസാബിൽ മുഖദ്ദറത്തി അല തദവ്വുഖി വൽ ഇഹ്സാൻ സാഹിത്യത്തെ, അതാണ് ഉദ്ദേശിക്കുന്നത്, സാഹിത്യത്തെ ആസ്വദിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാക്കുക എന്നുള്ളതാണ്. യെസ്, അതായത് ജോലി സംബന്ധമായിട്ട് കുട്ടികളെ അവനെ ഹെൽപ്പ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അറബി ഭാഷയ്ക്ക്? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പഠിച്ച് കേട്ടച്ച് പാസ്സായി കഴിഞ്ഞാൽ ഡെയിലി വേജ് ആയിട്ട് പോകാം, നോൺ മുസ്ലിംസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ PSC എഴുതി കയറുകയും ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം PSC എഴുതി LP കയറുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് അറബി ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ. ആണോ? എല്ലാരും അറബി ഭാഷ പഠിക്കാൻ എന്തിനാ? ഖുറാനോട് ഇഷ്ടമുണ്ടായിട്ടാ? എന്തിക്ക് വെച്ച് പറ, നിങ്ങളൊക്കെ അറബി ഭാഷ പഠിക്കുന്നത് ഖുറാനോട് ഇഷ്ടമുണ്ടായിട്ടാ പഠിക്കണേ? സത്യം പറ. പെട്ട് എന്തിനാ പഠിക്കണേ? ജോലിക്ക്. ഉറപ്പല്ലേ? അതിനൊക്കെ സംശയമല്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് പറയും ഖുർആൻ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പഠിക്കണമെന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ വിചാരിക്കും നമ്മൾ പിന്നെ അറിയാ സംഭവം അല്ല എന്ന് വിചാരിക്കും. എത്ര കണ്ടതാ നമ്മള്. ഓക്കെ, ഇനി ഭാഷയ്ക്ക് കുറെ ഒബ്ജക്റ്റുകൾ ഉണ്ട് ഭാഷ പഠിപ്പിക്കുന്നതിന്. ഒന്ന് ഭാഷയുടെ കോമ്പറ്റൻസി, നന്നായിട്ട് ഭാഷ പ്രയോഗിക്കുക. അതുപോലെ കമ്മ്യൂണിക്കേഷന് ഒരു കോമ്പറ്റൻസി ഉണ്ടാക്കുക. അതുപോലെ സാംസ്കാരികപരമായിട്ട് ഒന്ന് ഭാഷാപരമായിട്ട് കോമ്പറ്റൻസി ഉണ്ടാക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഒരു കോമ്പറ്റൻസി ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്താണ് സാംസ്കാരിക രംഗത്ത് ഒരു കോമ്പറ്റൻസി ഉണ്ടാക്കുക എന്നുള്ളത്. അതിനാഹിയത്തിൽ ഈജാബിയ ഫി തദ്രീസ് ലുഗത്തിലും മാതൃഭാഷ പഠിപ്പിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വശം എന്താണ്? അതായത് ഇവിടെ പറയുന്നത് ഒന്നാമത് മഹാറാത്തുൽ അർബ ഖബല ഇൽതിഹാഖുൽ മദ്രസ, സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ 4 സ്കില്ലും പഠിക്കും. സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടി മാഗസീനുകൾ വായിക്കാൻ തുടങ്ങും. അവന് പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവൻ എന്ത് ചെയ്യും? പഠിക്കുന്നതിന് ജോലിക്ക് സ്കൂളിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവ മനസ്സിലാക്കും. അവൻ സ്കൂളിൽ കയറുന്നതിന് മുമ്പ് ഉച്ചരിക്കാൻ പഠിക്കും. ഇതിന്റെ അകത്ത് ഏതാണ് ശരിയായി വരിക? മാതൃഭാഷ പഠനവുമായി ബന്ധപ്പെട്ട് അവൻ ആദ്യം സ്കൂളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ലിസണിങ്ങും സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഒക്കെ റെഡിയാക്കും. ഇല്ല അവൻ മാഗസീൻ വായിക്കും, 1ാം ക്ലാസ്സിലെ കുട്ടിയാണ്. അല്ല അവൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങും. അല്ല അവനിക്ക് ഉച്ചരിക്കാൻ അവനെ അറിയാം. ഏതാണ് മാതൃഭാഷ പഠിക്കുന്ന സമയത്തുള്ള പോസിറ്റീവ് വശം? സംശയം എന്താ? ഓപ്ഷൻ ഡി അല്ലേ? ബാക്കി എല്ലാവരും ഉറങ്ങിയത് തോന്നുന്നു കേട്ടോ. ഇപ്പൊ അവസാനിപ്പിക്കാം. ഇത് പ്രധാനമായിട്ടും ഒരു 4 തിയറി ഉണ്ട്. ഇത് ജസ്റ്റ് പറഞ്ഞ വേണം. നമ്മളൊരു ഭാഷ പഠിക്കുന്ന സമയത്ത് 4 കാര്യങ്ങളിലൂടെ പഠിക്കുക. ഒന്ന് തക്ലീദ്, മറ്റൊന്ന് തക്കറാറ്, തംദീന്, തഹരീർ. അതായത് ഇമിറ്റേഷൻ, റിപ്പീറ്റേഷൻ, എക്സസൈസ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യാം? അധ്യാപകൻ പറയുന്ന കാര്യങ്ങളെ കുട്ടി എന്ത് ചെയ്യും? അതേപോലെ പറയാൻ ശ്രമിക്കും. അതാണ് ഇമിറ്റേഷൻ എന്ന് പറയാം. ഒരിക്കലല്ല പറയാ, അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കും, റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നാലേ ആ കാര്യം മനസ്സിലാവും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില എക്സസൈസുകൾ പോലെ കൊടുക്കണം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ചില വാക്കുകൾ ഇങ്ങനെ എന്തിനാ കടുകട്ടിയായിട്ടുള്ള വാക്കുകളെ വീണ്ടും വീണ്ടും പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് എക്സസൈസ് ആണ്. റിപ്പീറ്റേഷൻ തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി
നമ്മള് ഒരു കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാ, ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ ക്ലാപ്പോ ഒക്കെ നമ്മൾ കൊടുക്കണം. നമ്മൾ കൃഷിക്കന്മാരാവരുത്. അത് തന്നെ ഒരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും സംസാരിച്ചു തുടങ്ങും. ഇപ്പൊ ആദ്യമായിട്ട് ഒരു കുട്ടി വിളിക്കുന്ന വാക്കെന്താ? ആദ്യമായിട്ട് പറയുന്ന വാക്കേതാ? ഉമ്മ എന്ന വാക്കാണ് അല്ലെ? ഉമ്മ എന്നല്ലേ വിളിക്കുന്ന കുട്ടി? ആ ഉമ്മച്ചി എന്ന് വിളിക്കാം. ഉമ്മ എന്ന് വിളിക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ഭയങ്കര സന്തോഷം ഉണ്ടാവും. എന്റെ ഉമ്മച്ചീന്റെ പൊന്നു മോനല്ലേ ഉമ്മ എന്ന് വിളിച്ചോ നമ്മൾ ചോദിക്കും. വീണ്ടും വിളിപ്പിക്കും അവനെ കൊണ്ട് അല്ലെ? കിട്ടുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും വിളിപ്പിക്കും. വീണ്ടും വീണ്ടും വിളിക്കുമ്പോ അവനക്ക് ആക്ച്വലി ഒരു എക്സസൈസ് ആണ്. മാത്രമല്ല ഇവൻ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ചിരിയുണ്ട്, സന്തോഷമുണ്ട്. ഇതിവൻ കാണാണ്. അപ്പൊ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഉമ്മച്ചീന്ന് വിളിക്കും. ഈ 27 വയസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോ ഇന്നത്തെ കാലത്തെ പിള്ളേര് ഉമ്മാന്ന് വിളിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു പല പേരുകൾ കൂടി ചേർത്ത് വിളിക്കും. എന്തിനാ? വാർദ്ധക്യം എത്തുന്ന സമയത്ത്. അതൊരു ഉമ്മ വിളിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉമ്മ പോലും എന്താണ് ഒരു കുട്ടിയുടെ ഭാഷയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉമ്മാന്റെ ചിരി പോലും എന്താണ് വീണ്ടും വിളിക്കാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഭാഷ ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫവായിദുൽ ഇത്തിഖാൻ അക്സറു മിനൽ വഅ. ഒന്നിലധികം ഭാഷ നേടുന്നതിനുള്ള, നിങ്ങൾക്ക് ഒന്നിലധികം ഭാഷ അറിയാം എങ്കിൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താണ്? നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടോ? നിങ്ങളുടെ ബുദ്ധി കൂടുവോ? അല്ലെങ്കിൽ മറ്റു സംസ്കാരങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു എന്തുണ്ടാവും? നിങ്ങൾക്കൊരു കോപ്പപ്പ് ഉണ്ടാവോ? അല്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ കിളവന്മാരും കിളവികളുമായോ ഷെയ്ഖ് വാർദ്ധക്യം നേരെ തന്നെ പിടിപെടോ? അല്ല, ഒരു വസാനിമാണ്. അതായത് നല്ല ബുദ്ധി ഉണ്ടാവും, മറ്റു സംസ്കാരങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടാവും. എന്താണ് ഒന്നിലധികം ഭാഷ പഠിച്ചാലുള്ള ഗുണം? അതന്നെ, ഒന്നും അറിയാം മറ്റൊന്നും അറിയാലോ. ഇപ്പൊ രണ്ടും അറിയാലോ. ഇപ്പൊ രണ്ടും അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ട് ബുദ്ധി ഉണ്ടാവൂലേ? 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 ഉണ്ടാവും. പക്ഷെ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്നല്ല കേട്ടോ പറയാം. നിങ്ങളെ ബുദ്ധി കൂടുന്നേ പറഞ്ഞു. നിങ്ങൾ ബുദ്ധിയുള്ളവരാണോ അല്ലേ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം. അടുത്തുള്ള ക്ലാസ് ആകുമ്പോൾ ഞാൻ കുറെ ചോദ്യങ്ങൾ അടുത്ത ചോദിക്കും. അപ്പൊ നിങ്ങൾ തെറ്റിക്കോ ഇല്ലേ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ അല്ലേ? അല്ലേ? ഇൻഷാ അല്ലാഹ് അതിന്റെ നോട്ട് ഞാൻ കുറച്ചുകൂടെ നേരിട്ട് അയക്കാം. നാളെ എക്സാം ഉണ്ട്, നടക്കണം. എക്സാം അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ക്ലാസ് മര്യാദയ്ക്ക് ഒന്ന് കേൾക്കണം. ഓക്കെ, നോട്ടൊക്കെ എഴുതിയെടുത്തോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടൊക്കെ നിങ്ങളൊന്ന് വായിച്ചൊന്നുകൂടി നോക്കണം. നമുക്ക് മനസ്സിലാവാത്ത കുറെ കൺസെപ്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. കാരണം നിങ്ങളെപ്പോലെ ഒരിക്കൽ ക്ലാസ് കേട്ടിരുന്ന് പഠിച്ചവനാണ് ഞാൻ. ക്ലാസ് കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും പഠിച്ചിട്ടാണല്ലോ കേട്ടിട്ടാണ്, അല്ലാണ്ട് കിട്ടൂലല്ലോ. അപ്പൊ നിങ്ങളെപ്പോലെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാനും എന്ത് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിളിലൂടെയും തന്നെയാണ് ഞാനും കടന്നു വന്നിട്ടുള്ളത്. ബ്രൈറ്റ് അക്കാഡമിയിലോടോ അധ്യാപനം കടന്നിട്ടുള്ളത്. അതൊക്കെ അങ്ങ് നല്ലോണം അറിയാം. ആ നല്ലോണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. വെറുതെ കിടന്ന് പൈസ കൊടുത്ത് ഇപ്പൊ കയറി വീണ്ടും കയറി വീണ്ടും കയറി വീണ്ടും കയറി ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ പറയും ഇന്ന അക്കാഡമി പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കയറി. അതും കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അവിടെയും പോരാന്ന് പറഞ്ഞാൽ അടുത്തതിലേക്ക് കയറി. ഇങ്ങനെ ചാടിക്കളിക്കുന്ന കുതിര പോലെ നടക്കാനല്ല. കിട്ടുന്നിടത്ത് എവിടെയാണോ മര്യാദയ്ക്ക് പഠിക്കുക, നല്ലോണം പഠിക്കുക, കഷ്ടപ്പെട്ടങ്ങ് പഠിക്കുക, പടച്ചോന്റെ അടുത്ത് തവക്കുലാക്കുക. റബ്ബ് നമ്മളെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. അതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല. വിഷ് ഓൾ ദി ബെസ്റ്റ്. ശുക്രൻ ജസീലൻ ലിസ്നി ഇസ്തിമാഇക്കും വബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.